വോയിസ് അല്ലേ, സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാ. അപ്പൊ പലരും സുജാത ചേച്ചിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടാവില്ലേ? ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും എൻജോയ് ചെയ്യാറില്ലേ? മുഖം തന്നെ നോക്കൂ. ഞാൻ ചിരിക്കുമ്പോ എല്ലാവരും പറയും അയ്യോ സുജാത ചേച്ചി ചിരിക്കണ മാതിരി സംസാരിക്കും. റോൾ മോഡൽ ഉണ്ടോ ചേച്ചീനെ മനസ്സിൽ എപ്പോഴെങ്കിലും? ചേച്ചി ആരുടെ റോൾ മോഡൽ അല്ലാത്തത്? ചിത്ര ചേച്ചി ആണെങ്കിലും സുജാത ചേച്ചി ആണെങ്കിലും ജാനകിയമ്മ എല്ലാവരും നമുക്ക് മുൻപേ നടന്നവരെല്ലാവരും നമ്മുടെ റോൾ മോഡൽസ് ആണ്, നമ്മുടെ ഗുരുക്കന്മാരാണ്. പക്ഷേ ഇപ്പം ഈ സുജാത ചേച്ചിയെ പോലെ എന്ന് പറയുമ്പോൾ അതെനിക്ക് തോന്നുന്നു ഞാൻ പോലും അറിയാതെ എന്താ പറയുക ബൈ ബേർത്ത് ഞാനങ്ങനെ ചേച്ചിയെ പോലെ സംസാരിക്കുക, ചേച്ചി പോലെ പാടുക, അങ്ങനെ ഒരിക്കലും ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഇങ്ങനെയാണോ. അപ്പോൾ ലൈക്ക് അത് എൻജോയ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടു സൈഡ്സ് ഓഫ് എ കോയിനാണ്. ഇപ്പോൾ നമ്മൾ പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു യുണീക്നെസ് ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് വരുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ലൈക്ക് അതുപോലെ ഇരുന്നാൽ എൻ്റെ ആവശ്യമില്ലല്ലോ, പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, ക്ലോൺ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു സുഖമില്ലാത്ത കാര്യമല്ല. പിന്നെ സംസാരിക്കുമ്പോഴൊക്കെ വരുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അത് ചിലർ അങ്ങനെയാണ് സംസാരിക്കുക, ശൈലിയും എല്ലാം കൊണ്ടും അല്ലേ. എക്സാക്ട്. ഇപ്പൊ ഐഡന്റിറ്റി പറഞ്ഞതുകൊണ്ടാണ് എല്ലാവരും സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പം, എസ്പെഷ്യലി മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലൂടെ. ആ സിറ്റുവേഷനിൽ സംഗീതം ഇപ്പൊ എവിടെയാ നിൽക്കണേ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ സ്ട്രീം നോക്കുമ്പോൾ? വളരെ ആശാവഹമായിട്ടുള്ളൊരു ഫേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആസ് ഓഫ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറേയും കൂടി അവർ ലക്കിയാണ്. അവർക്ക് ഒരുപാട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, നല്ല ഫ്രീഡം ഉണ്ട്. കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇപ്പോൾ നല്ല സ്കോപ്പാണ്, നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കവർ സോങ്സിനൊക്കെയാണ് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിലൊരു ഒരു ഡിമാൻഡ് ഉള്ളത്. ഒരു പുതിയ പാട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ റിയലി ഇറ്റ്സ് ലൈക്ക് എ ന്യൂ സോങ് വി ആർ കമ്പോസിങ് ഫോർ ദി പീപ്പിൾ. പക്ഷെ അത് എത്രത്തോളം അക്സെപ്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ബട്ട് മേ ബി ഇവോൾവിങ് പ്രോസസ്സാണ്, ശരിയാവും. അത് ഒരു സിനിമ പാട്ട് എന്ന് പറയുമ്പോൾ അതിന് കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട് അല്ലേ, കുറേ ചട്ടക്കൂടുകളുണ്ട്. സോങ് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് അത് തന്നെ വലിയൊരു ഫാക്ടറാണ് സോങ്ങിന്. ഒരുപാട് ഇപ്പോൾ നമ്മുടെ വോയിസ് ആ ഒരു സിറ്റുവേഷന് മാച്ച് ആവുക, അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഒത്തു വന്നാലൊരു സിംഗർ ആ പാട്ടിൽ ഒരു ഭാഗമാവുന്നുള്ളൂ. പക്ഷെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ അങ്ങനെ ഒന്നുമില്ല, മ്യൂസിക് മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ഡിമാൻഡ്സ് ഒന്നുമില്ല, നല്ല കോമ്പസിഷൻ ആവാന്നുള്ളൂ. പക്ഷെ ഒരു പുതിയ പാട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ് ഇപ്പോഴും. അത് മാറുമായിരിക്കും, മാറി വരട്ടെ. അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? 2-3 നമ്മൾ ബോധിയുടെ മ്യൂസിക് ലേബിളിൽ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞൊരു ക്ലാസിക്കൽ കൃതി, ശാന്തി ചേച്ചി ഒരു ഡാൻസ് മ്യൂസിക് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ശാന്തി ചേച്ചിയും ഞാനും സൗമ്യയും കൂടി ഇരുന്നിട്ട് ഒരു സാൻസ്ക്രിറ്റ് ഒരു പക്ക ക്ലാസിക്കൽ കൃതി. പിന്നെ ഞാൻ ശ്യാമമോഹന എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രീകൃഷ്ണ സ്തുതി വിജയേട്ടൻ തന്നെ മ്യൂസിക് ഇട്ടിട്ട് ബോധിയുടെ ലേബലിൽ ഒരു മ്യൂസിക് ആൽബം ഇറക്കിയിരുന്നു.